കേസെടുത്തു. മർദ്ദനമേറ്റ സിതാരയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. വാഹനം വഴിയരികിൽ നിർത്തി വിശ്രമിക്കുന്നതിനിടെയാണ് പോലീസിന്റെ അതിക്രമം. കോട്ടയം സ്വദേശികൾക്കാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. ആളും തരവും നോക്കി കളിച്ചോ. ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസത്തിലെ ആള് മാറിയടിക്കും. ഇയാൾ നിരന്തരം ആള് മാറിയടിക്കും. ശശി നാരായണൻ വിവരങ്ങളുമായി ചേർന്നിരിക്കുന്നു. പോലീസിനെതിരെടുത്ത കേസിന്റെ വിശദാംശങ്ങൾ ഏത് തരത്തിലാണ് ശശി? അപർണ, ഇപ്പോൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്നലെ വിവാദ പാർട്ടി സംഘത്തെ പോലീസുകാർ മർദ്ദിച്ച സംഭവത്തെ തുടർന്നാണ് ഇത്തരത്തിൽ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. അല്പം നേരം ഈ പ്രതിഷേധം റോഡിൽ കുത്തിയിരുന്നായിരുന്നവരുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും പോലീസ് സ്റ്റേഷനൊക്കെ അടുത്ത് എത്തിയിരിക്കുന്നു. അവിടെ സ്റ്റേഷന്റെ കവാടത്തിന് മുന്നിലാണ് ഇപ്പോൾ ഇവർ പ്രതിഷേധിക്കുന്നത്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഒരു ഏറ്റുമുട്ടുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഏതായാലും DSP നന്ദകുമാർ നേതൃത്വത്തിലുള്ള സംഘം ഈ നേതാക്കന്മാരുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിനുശേഷമാണ് ഇപ്പോൾ പ്രവർത്തകർ ഈ സ്റ്റേഷന്റെ മുന്നിൽ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് ഈ അടൂരിൽ വിവാദത്തിൽ പങ്കെടുത്ത കോട്ടയം സ്വദേശികൾ ഈ പത്തനംതിട്ടയിലെത്തിയപ്പോൾ ആള് മാറി പോലീസ് മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ സ്റ്റേഷന് മുന്നിൽ നടത്തുന്ന. ഏതായാലും 4 പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാകുന്നുള്ള കാര്യം വ്യക്തമായിരിക്കുന്നു. ഈ വിവാദ സംഘത്തിലുള്ള മർദ്ദനമേറ്റ ശ്രീജിത്തിന്റെ ഭാര്യ സിതാര തുടങ്ങിയുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് 4 പോലീസുകാർക്കെതിരെ എഫ്ഐആർ എടുത്തിട്ടുള്ളത്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ഇതിന് നടപടി ഉണ്ടാകുന്നതാണ് ഇപ്പോൾ ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് ഈ പോലീസ് DSP നന്ദകുമാർ ഇപ്പോൾ ഉറപ്പു നൽകിയിരിക്കുന്നത്. എന്നാലും പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. നേരിയ തോതിൽ സംഘർഷവും ഈ പ്രതിഷേധവുമായി ഉണ്ടായിട്ടുണ്ട്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യം ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ എഴുതി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. ഇന്നലെ ഉണ്ടായ സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ കയ്യൂക്കും മർദ്ദനവും ഒക്കെ ഇത് രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ കൂടിയാണോ ഇപ്പോൾ സജീവമായിരിക്കുന്നത് അവിടെ? അപ്പൊ തീർച്ചയായിട്ടും പോലീസിന് ഇന്നലെ വലിയ വീഴ്ചയാണ് പറ്റിയത്. ഇവർ അടൂരിൽ, കോട്ടയത്ത് ഉള്ള സംഘമാണ്. അവർ അടൂരിൽ ഒരു വിവാഹത്തിന് പോയതിനു ശേഷം രാത്രി 11 മണിയോടുകൂടി പത്തനംതിട്ടയിലെത്തുന്നു. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള സംഘം ഒരു വാനിലാണ് എത്തിയത്. അവിടെ രാത്രി ഇറങ്ങി വിശ്രമിക്കുന്ന സമയത്താണ് പോലീസ് പെട്ടെന്ന് വന്ന പത്തനംതിട്ട SI ജിനുവും അതുപോലെ തന്നെ 4 പോലീസുകാരും കൂടെ ചേർന്ന് ഇവരെ അകാരണമായി മർദ്ദിച്ചു എന്നാണ് ഇവർ പറഞ്ഞത്. കാരണം ഇവരുടെ തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്, കൈയും കാലിലൊക്കെ പരിക്കേറ്റിട്ടുണ്ട്. അവരെല്ലാം പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്ത് കാര്യത്തിലാണ് പോലീസ് മർദ്ദിച്ചതെന്ന് പോലും പറയാതെ അകാരണമായി ഇവരെ മർദ്ദിച്ചു എന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും പോലീസിന്റെ ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ DSP ഇന്ന് ജില്ലാ ആശുപത്രിയിൽ ഇവരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ സംഭവം രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കുന്ന സാഹചര്യത്തിലേക്ക് മാറുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അതുപോലെ കോൺഗ്രസ് പ്രവർത്തകരെ CPM-നും ഉള്ള പ്രതിഷേധം അല്പസമയത്തിൽ ഉണ്ടാവുമെന്നും അറിയുന്നു. എന്തായാലും ഈ പോലീസിന്റെ ഞാൻ തിരികെ എത്താം. ശശി, ഇപ്പോൾ മുൻ MLA രാജു എബ്രഹാം നമുക്കൊപ്പം ചേരുന്നു. പോലീസ് ഇത് ഏത് തരത്തിലുള്ള കയ്യൂക്കാണ് കാണിക്കുന്നത്? കൃത്യമായ തെളിവുകൾ കൊടുത്താൽ പ്രതികളെ പിടിക്കാൻ കഴിയാത്ത പോലീസ് നാട്ടുകാരെ തല്ലാൻ ഇങ്ങനെ നടക്കുകയാണ്. എങ്ങനെയാണ് താങ്കളെ പോലുള്ളവരൊക്കെ ഈ സാഹചര്യത്തെ കാണുന്നത്? അല്ല, ഇന്നലെ പത്തനംതിട്ട അബാൻ ജംഗ്ഷനിൽ ഉണ്ടായിട്ടുള്ള പോലീസ് മർദ്ദനത്തെ ഒരു കാരണവശാലും ഞങ്ങൾ ആരും യോജിക്കുന്നില്ല. അത് പൊതുസമൂഹം വളരെ തെറ്റായ രൂപത്തിലാണ് പോലീസ് നടപടിയെ കാണുന്നത്. അത് പോലീസിനെ ഒന്നടങ്കം നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയത്തില്ല. ഒറ്റപ്പെട്ട സംഭവം തന്നെയാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ പ്രകോപനത്തിന് നേതൃത്വം നൽകിയത്. റോഡരികിൽ കാത്തുനിന്ന ആളുകളെ അവരെ എന്താണ് എന്ന് ചോദിക്കണം. അവിടെ ഒരു കയ്യും കെട്ടി നിൽക്കുകയാണ്. പോലീസിനെ ആക്രമിച്ചിട്ടില്ല, പോലീസുമായിട്ട് വാക്കുതർക്കം ഉണ്ടായിട്ടില്ല. ഇറങ്ങിയ പാടെ അവരെ തല്ലുക എന്ന് പറഞ്ഞ ഒരു സ്ത്രീക്ക് ഗുരുതരമായി പരിക്കേറ്റത്. അവരൊക്കെ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു, അവരുടെ സംഘടന ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവത്തെ നമുക്ക് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല. കേരള പോലീസ്
രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച പോലീസാണ്, മികച്ച പോലീസിംഗ് ആണ്. അതിനിടയിൽ ഇതുപോലെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കില്ല. ജില്ലാ പോലീസ് സൂപ്രണ്ട് തന്നെ ഇക്കാര്യത്തിൽ നേരിട്ട് അന്വേഷിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് നീങ്ങുകയാണ്. അതിന്റെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ വിഷയമായിട്ട് കൂടി ഉയർത്താൻ പ്രതിപക്ഷത്തിനും ഒപ്പം BJPക്കും കഴിയുകയും ചെയ്തു. ഇങ്ങനെ അടിക്കാൻ വടി കൊടുക്കുന്ന ഒരു സാഹചര്യം പോലീസ് തന്നെ ഉണ്ടാക്കി വെക്കുന്നതിന് പിറകിൽ മറ്റെന്തെങ്കിലും അജണ്ടയുണ്ടോ? ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പാർട്ടികൾ കടന്നു വരും. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രശ്നം, ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ ഗവൺമെന്റ് എടുക്കുന്ന നടപടി എന്താണ്, പോലീസ് എടുക്കുന്ന നടപടി എന്താണ്? മറ്റ് സ്റ്റേറ്റുകളിൽ ഇല്ലാത്ത നടപടികളാണ് കേരളത്തിൽ ഉണ്ടാവുന്നത്. കേരളത്തിൽ തെളിയിക്കപ്പെടാതെ കിടക്കുന്ന കേസുകളുണ്ടോ? കോൺഗ്രസും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ പൊതു അവസ്ഥ നമുക്കറിയാം. റോഡിലിറങ്ങി സമാധാനത്തോടുകൂടി മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. രാവിലെ ഇറങ്ങിയാൽ തലയ്ക്ക് മുകളിൽ തലയുണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത കാലഘട്ടത്തിലൂടെയാണ് അവരൊക്കെ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ. ഇങ്ങനെയല്ല കേരളം. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഇതുപോലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ വരുമ്പോൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ അതിനെ സമീപിക്കുകയും ഒരു സംഭവത്തിൽ ജില്ലാ പോലീസ് സൂപ്രണ്ട് തന്നെ നേരിട്ട് തന്നെ അന്വേഷിക്കുകയാണ്. അപ്പൊ അതൊരു അത്ര പ്രാധാന്യത്തോടെ ഈ പ്രശ്നങ്ങൾ എടുക്കുന്നു. ചെറിയ പ്രശ്നങ്ങളാണെങ്കിലും വലിയ പ്രശ്നങ്ങളാണെങ്കിലും അത്ര ഗൗരവത്തോടെ ഇതെടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. രാജു എബ്രഹാം മുൻ MLA ആണ് പ്രതികരിച്ചത്. വീണ്ടും ശശി നാരായണക്ക് കൃത്യമായിട്ടൊരു നടപടി ഉണ്ടാകും, അതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ പ്രതിഷേധവുമായി ഇത് മുന്നോട്ട് കൊണ്ടുപോകുക, അതാണ് BJPയും കോൺഗ്രസും ഉദ്ദേശിക്കുന്നത് എന്നാണോ? ഈ മർദ്ദനമേറ്റവരുടെ കൂടുതൽ പ്രതികരണങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ ഈ സമയത്ത്? ആശുപത്രി വിട്ടോ അവരെല്ലാം? തീർച്ചയായും അത് അത്തരത്തിലൊരു രാഷ്ട്രീയ മാനം കൂടി കേസിന് വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ അകാരണമായി മർദ്ദിച്ചു എന്നുള്ളതാണ് ഈ മർദ്ദനമേറ്റവർ പറയുന്നത്. അവർ പറയുന്ന ഒരു കാര്യവുമില്ലാതെ രാത്രി 11 മണിക്ക് വിവാഹത്തിന് ശേഷം അവർ പത്തനംതിട്ടയിൽ വന്ന് ഇറങ്ങി വിശ്രമിക്കുന്ന സമയത്ത് പുറത്തിറങ്ങി രണ്ടുപേര്, ചെറിയ സ്ത്രീകളും കുട്ടികളൊക്കെ ഉണ്ട്, അവർ മൂത്രമൊഴിക്കാനൊക്കെ പോയാണ് രാത്രി. ആ സമയത്ത് അവിടെ മാറി നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഈ പോലീസുകാർ അകാരണമായി ഒരു ചോദ്യം ചെയ്യൽ പോലും ഇല്ലാതെ ഇവരെ മർദ്ദിക്കുന്ന സാഹചര്യമുണ്ട്. അതിൽ വലിയ പ്രതിഷേധം ഉയർന്നിരിക്കുന്നു. അതിപ്പം രാഷ്ട്രീയ പാർട്ടികളും ഒപ്പം ഈ മറ്റ് നാട്ടുകാരും അടക്കമുള്ള ആളുകൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടില്ല രാത്രി തന്നെ രംഗത്ത് വന്നിരുന്നു. അതിന്റെ ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ ഇപ്പോൾ സ്റ്റേഷന് മുന്നിൽ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചുള്ളൂ. ഏതായാലും ഇപ്പോഴും കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ തന്നെ നല്ല DCC പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുണ്ട്, പ്രവർത്തകരുണ്ട്. ഇപ്പോഴും പത്തനംതിട്ട പോലീസ് സ്റ്റേഷന് മുന്നിൽ അവർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. പോലീസ് നടപടി വേണമെന്ന് ആവശ്യപ്പെടുന്നു. 4 പേർക്കെതിരെ പോലീസ് ഈ മർദ്ദനത്തിൽ എന്നാൽ പോലീസ് ഈ പത്തനംതിട്ട സ്റ്റേഷനിലെ SI ജിനുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വിഭാഗ പാർട്ടി പ്രവർത്തകരെ മർദ്ദിച്ചത്. അതിൽ 4 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ടല്ലോ. അത് ഈ മർദ്ദനത്തിൽ പരിക്കേറ്റ ശ്രീയത്തും സിതാരയും ആ 2 പേരുടെ മൊഴിയിൽ നിന്നാണ് ഇവർ ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. എന്തായാലും നടപടി ഉണ്ടാവുന്ന ഉറപ്പാണ്. SP യുടെ നിരീക്ഷണത്തിലുണ്ട്. USP അടക്കമുള്ള ആളുകൾ ഈ മർദ്ദനമേറ്റ ആളുകൾ ഇന്ന് മൊഴിയെടുക്കുകയും ചെയ്തു. എന്തായാലും ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ തീർച്ചയായും നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തായാലും പോലീസിന്റെ മുഖം രക്ഷിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ കേസ് നടപടിക്ക് സാധ്യതയുണ്ടെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കി കഴിയുന്നത്. എന്തായാലും CPM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും വിവരങ്ങൾ നൽകിയത് കടുത്ത നടപടി എടുക്കും എന്നുള്ള സൂചനകൾ വരുന്നു.